Hello guys, welcome to Castroller Movie Media, and today is my birthday, December 2nd, 22. Happy birthday, happy എന്താന്ന് പറയേണ്ടത്, മെനി ഡേ. അത് തന്നെ പറഞ്ഞിട്ട് വലിയ കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. പിന്നെ ഇന്നലെ ഒരു പടം കണ്ടു വന്നൊരു 9 മണിയായപ്പോൾ കണ്ടു തുടങ്ങി. 11:30 സിനിമ തീർന്നു. നല്ല പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് 96-ൻ്റെ ഡയറക്ടറായിട്ടുള്ള പ്രേംകുമാറാണ്. എനിക്ക് അപ്പം തന്നെ മനസ്സിലുണ്ടായത് പടമാണ്. കാർത്തിയും അരവിന്ദ് സ്വാമിയും കൂടി അഭിനയിച്ച മെയ്ഴഴകൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. പടത്തിൽ കാർത്തിയും അരവിന്ദ് സ്വാമിയും അല്ലാതെ പിന്നെ ആരൊക്കെയുള്ളതെന്ന് ചോദിച്ചാൽ ശ്രീദേവിയുണ്ട്, രാജ് കിരണുണ്ട്, ജയപ്രകാശുണ്ട്. ഇവരൊക്കെയാണ് പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു, അടിപൊളിയൊരു ഫീൽ ഗുഡ് പടം. കാർത്തിസ് കംബാക്ക് ആസ് എ ഹീറോ ക്യാരക്ടർ, നോട്ട് എ കേമ ക്യാരക്ടർ കുളമാക്കിയത് നമ്മൾ കണ്ടാണ് നവംബർ. എൻ്റെ റിവ്യൂ ചെയ്തിട്ട് അടപ്പുണ്ട്, വേണമെങ്കിൽ കണ്ട് ചിരിക്കും. വേറെ ഒന്നും പറയട്ടെ, ഗംഗോടായിരുന്നു. പക്ഷേ ഇത് ഹീറോ ആയിട്ട് അതിലോടൊന്ന് ഡ്രോബാക്ക് ആയിപ്പോയി. എന്തായാലും ഭാഗാത്തിയായാലും ഇറങ്ങട്ടെ, അണ്ണൻ വരുമായിരിക്കും, തിരിച്ചു വരുമായിരിക്കും വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ കൈതെറ്റ് വെയിറ്റ് ചെയ്യാം. എന്തിനോട്ടെ. പടത്തിൻ്റെ മ്യൂസിക് തന്നെയാണ് ഗോവിന്ദ് വസന്തയാണ്. മീൻസ് ഭയങ്കര പടങ്ങളിലൊക്കെ മ്യൂസിക് തന്നെയുള്ള ആട്ട്. ഫൈറ്റ് ക്ലബിൻ്റെ ഇങ്ങനെയാട്ടോ, മറ്റേ നമ്മുടെ ലോകേഷ് പ്രൊഡ്യൂസ് ചെയ്ത ഫൈറ്റ് ക്ലബ് സിനിമയുടെ മ്യൂസിക് ഡയറക്ടറാണ്. പക്ഷേ ആ പടം എനിക്ക് ആവറേജായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് വേറെ കാര്യം. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പടത്തിൻ്റെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സൂര്യയാണ്. പൊളിച്ചടിക്കിയിട്ടുണ്ട്. സൂര്യ ഈ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്തത് നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പെർഫോമൻസസ് വൈസ് നല്ലതായിട്ട് വന്നിട്ടുണ്ട്, എഡിറ്റിങ്ങും നല്ലതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൻ്റെ ഫുൾ ക്രൂ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്, സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ 100% പറയുന്നു, അവർ നീതി പുലർത്തിയിട്ടുണ്ട്. പിന്നെ സ്റ്റോറി വൈസ് ആണെങ്കിലും ഞാൻ പറഞ്ഞു, പിന്നെ സ്റ്റോറി സിമ്പിളൊക്കെ നൈസാണ്. പിന്നെ ആക്ഷൻ സീക്വൻസസ് ഒന്നുമില്ല, ഒരു ഫീൽ ഗുഡ് പടം വിചാരിച്ചിരുന്ന കണ്ട എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു പടം. സ്റ്റോറി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇതിലൂടെ കണ്ടത് ടെലിഗ്രാമുണ്ട്, ഇതിൽ ഡൗൺലോഡ് ചെയ്തിട്ടാണ് കണ്ടത്. എന്തായാലും വലിയതായിട്ടൊന്നും പറയാനില്ല. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും നൈസായിട്ട് വന്നിട്ടുണ്ട്. ആദ്യം തൊട്ട് അവസാനം ഒരു ലാഗും ഇല്ല, ഒരു തൃപ്തി വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ശേഷം എന്തായാലും എനിക്ക് ഇത്ര പറയാനുള്ളൂ ഇവിടെ കുറിച്ച്. നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് നമുക്ക് സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ, ഡെൽറ്റ ഓസ്കസ് ആൻഡ് ഹാപ്പി ബർത്ത്ഡേ ടു മീ എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ ടു മീ എന്നാലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ, ഡെൽറ്റ ഓസ്കസ്.